ഹലോ ഗുഡ് മോർണിംഗ്. ഡേ 2 ബാംഗ്ലൂർ. ഇന്ന് എൻ്റെ സെക്കൻഡ് ഡേ ആണ് ബാംഗ്ലൂർ. അനാമിക ഇന്നലെ പോയി. അപ്പോൾ ഇന്ന് രാവിലെയായി, ഇപ്പം 10 മണിയായി. അപ്പോൾ ഇന്ന് ചെറിയ കറക്കം ബാംഗ്ലൂർ. ചെറിയ ചെറിയ ഒരു ഷോപ്പിങ്ങും കാര്യങ്ങളും, ജസ്റ്റ് ഗോയിങ് അറൗണ്ട് ബാംഗ്ലൂർ, നത്തിങ് മേജർ. ഞാനും എൻ്റെ സിസ്റ്ററിനുള്ള അഷികയും കൂടിയാണ് പോകുന്നത്. അഷിക ബാംഗ്ലൂർ പ്രോ ആണ് കേട്ടോ, ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഇൻ ആൻഡ് ഔട്ട് ബാംഗ്ലൂരിൻ്റെ അറിയാം. അപ്പോൾ ഇന്ന് ഷീസ് ടേക്കിംഗ് മീ ടു ഡിഫറെൻറ്റ് ഷോപ്സ്. കുഞ്ഞു കുഞ്ഞ് ഷോപ്പിങ്ങും വിൻഡോ ഷോപ്പിങ്ങും ആണ് ഞങ്ങൾക്ക് മേജർ. സോ അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺഡ് ആൻഡ് വാച്ച് മൈ വ്ളോഗ്. നമ്മളിന്ന് എങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ ആദ്യം പോകുന്നത് സുദർശൻ സിൽക്സിലോട്ടാണ്. ഓക്കെ, അവിടെ എന്താ നമ്മൾ നോക്കുന്നത്? സാരീസ്, മൈസൂർ സിൽക്ക് സാരീസ് നോക്കും. പിന്നെ സൽവാർ മെറ്റീരിയൽസ് നോക്കും. നമ്മളിവിടെ പോകുന്നുണ്ടോ? ഫിനിക്സ് സിറ്റി, ഐദർ MG റോഡ് ഓർ ഫിനിക്സ്. ഓക്കെ ഓക്കെ ഓക്കെ. അക്കോർഡിംഗ് ടു ദ ടൈം നാഗാർജുനയുടെ ക്വാണ്ടിറ്റി ഒക്കെ നോക്കിയിട്ട്. ഓക്കെ, നാഗാർജുനയിലാണോ ലഞ്ച്? അത് ഫേമസ് ആണോ? വെരി ഫേമസ്. നാഗാർജുന സിൻസ് 1984 famous for meals, Andhra meals and Andhra chicken biryani. യെസ്റ്റർഡേ ഞാൻ കഴിച്ചു ഹൈദരാബാദി ബിരിയാണി. ഇത് ഓസം കേട്ടോ, നല്ലതായിരുന്നു. സ്പൈസി, മീഡിയം സ്പൈസി, പക്ഷേ വെരി നൈസ്. വൺ ഓഫ് ദ ബെസ്റ്റ് നോർത്ത് ഇന്ത്യൻ ബിരിയാണീസ് ഹൈദരാബാദി ബിരിയാണീസ് കേട്ടോ. പക്ഷേ ഫസ്റ്റ് നമ്മുടെ മലബാർ ചിക്കൻ ബിരിയാണി അല്ലേ? ദിസ് ഇസ് അഷിക, എൻ്റെ സിസ്റ്റർ ഇൻ ലോ ആണ്. ഇത് ഞങ്ങളാണ് ബാംഗ്ലൂർ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. എന്ത് തിരക്കോലെ ഇതിപ്പോൾ ആക്ച്വലി കുറവാണ്. മൂവിങ് നോർമലി ഇങ്ങനെയല്ല. ഹ്യൂജ് ട്രാഫിക്, ബട്ട് ഇറ്റ്സ് നോട്ട് ബാഡ് അല്ലേ? മൂവിങ് ട്രാഫിക്. സാറ്റർഡേസ് മോർണിംഗ് ആയതുകൊണ്ടാണ് കുറച്ചുകൂടെ കഴിഞ്ഞാൽ കൂടുമോ? മോർണിംഗ് റഷ്. അപ്പം ശരിക്കും വീക്ക് ഡേയ്സിലാണോ വീക്കെൻഡ്സിലാണോ റഷ് കൂടുതൽ? വീക്ക് ഡേയ്സ്. സ്പെസിഫിക് ഡേയ്സ്. മൺഡേ ട്യൂസ്ഡേ ഒക്കെ നല്ല തിരക്കാണ്. ഫ്രൈഡേസ് ഇറ്റ്സ് യൂഷ്വലി ലെസ്. ഓക്കെ ഓക്കെ. നൈസ്. അങ്ങനെ ഞങ്ങളിപ്പം സുദർശൻ സിൽക്സ് ആൻഡ് സാരീസിൽ എത്തിയിരിക്കുക കേട്ടോ. ഓക്കെ, ഒരു വലിയ ഷോപ്പാണ്, സാരി ഷോപ്പ്, യൂഷ്വൽ നമ്മളുടെ ടെക്സ്റ്റൈൽ ഷോപ്പ്. അപ്പോൾ എനിക്ക് മൈസൂർ സിൽക്ക് സാരി വേണ്ടിയിരുന്നു. അപ്പം ഞാൻ അവിടുന്ന് ഓരോ സാരി ഇങ്ങനെ സെലക്ട് ചെയ്യണം. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാരിയാണ്, റെഡ് ആൻഡ് ബ്ലാക്ക് കോംബോ. വെരി നൈസ് ബ്യൂട്ടിഫുൾ സാരി. ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്കൊരു റെഡ് മൈസൂർ സിൽക്ക് സാരി വേണമെന്നുണ്ടായിരുന്നു. നല്ല നല്ല കളർ, വെരി നൈസ്, ഇഷ്ടപ്പെട്ടു. അത്ര എക്സ്പെൻസീവും ആയിരുന്നില്ല കേട്ടോ, റീസണബിൾ. യൂഷ്വൽ മൈസൂർ സിൽക്ക് സാരീൻ്റെ പ്രൈസ്. എല്ലാ കോംബോയും നല്ലതായിരുന്നു. അങ്ങനെ അവിടുന്ന് ഒരു സാരി മേടിച്ചു കേട്ടോ. ഒരു സാരി മേടിച്ചു, അഷികയും ഒരു സാരി മേടിച്ചു. ഞങ്ങൾ കുറച്ച് ഷോപ്പിംഗ്, പിന്നെ കുറച്ച് ഞങ്ങളുടെ ഷോപ്പിംഗ് സുദർശൻ സിൽക്സിൽ നിന്ന് നല്ലൊരു അടിപൊളി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു അല്ലേ നമ്മൾ? ഷോപ്പിംഗ് ഒക്കെ ഹാളൊക്കെ നമ്മൾ പിന്നെ കാണിക്കുന്നതായിരിക്കും. ഫൺ അല്ലേ? ഞങ്ങൾ എൻജോയ് ചെയ്തു. നല്ല കളക്ഷൻ. കല്യാണി കോട്ടൺ, ഇറ്റ് വാസ് വെരി നൈസ്. മൈസൂർ സിൽക്ക് സാരി, കല്യാണി കോട്ടൺ, നാരായൺപേട്ട് സാരി, ചെട്ടിനാട് കോട്ടൺ, അങ്ങനെ എല്ലാം നല്ല വെറൈറ്റി സാരീസ്, കോട്ടൺ സാരീസ്, ഡ്രസ് മെറ്റീരിയൽസ്, ചുരിദാർസ്, നല്ല പ്രൈസ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ബിരിയാണി അല്ല മീൽസ്, ആന്ധ്ര മീൽസ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, സീ യു ദേർ. അങ്ങനെ അഷികേൻ്റെ റെക്കമെൻഡേഷനിൽ ഉച്ചക്കത്തെ ലഞ്ച് ഞങ്ങൾ നാഗാർജുന റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കാമെന്ന് വെച്ചു. ആന്ധ്ര മീൽസ് കിട്ടുന്നൊരു റെസ്റ്റോറൻറ്റാണ് നാഗാർജുന. അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിലെത്തിയപ്പോഴേക്കും മേലെയായിരുന്നു റെസ്റ്റോറൻറ്റ്. ഇറ്റ് വാസ് വെരി 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 റഷ്. ഭയങ്കര തിരക്കായിരുന്നു.
ഭയങ്കര തിരക്ക്. നമ്മുടെ കാലിക്കറ്റ് പാരഗണിലൊക്കെ ഉള്ള റഷില്ലേ അതേപോലെയായിരുന്നു. ഇത് കണ്ടോ, അവരുടെ വാളിലൊക്കെ അവരുടെ അപ്രീസിയേഷൻസ് ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേ അവാർഡ്സ്, ഒരു പടി അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. ടൈംസ് ഫുഡ് അവാർഡ്, സൊമാറ്റോ അവാർഡ്, ട്രിപ്പ് അഡ്വൈസറിൻ്റെ അവാർഡ്. ഇത് കണ്ടോ, ട്രിപ്പ് അഡ്വൈസറിൻ്റെ അവാർഡാണത്. അങ്ങനെ കുറേ അവാർഡ്സ്. അപ്പോൾ അവരുടെ ഫുഡ് ശരിക്കും നന്നായിരിക്കും, അതുകൊണ്ടാണല്ലോ ഇത്രയും അപ്രീസിയേഷൻസ് അവർക്ക് കിട്ടുന്നത്. അങ്ങനെ ഫൈനലി ഞങ്ങളുടെ ടൈം വന്നു. ഞങ്ങൾക്ക് സ്ലോട്ട് കിട്ടി. 2 പേരായതുകൊണ്ട് പെട്ടെന്ന് കിട്ടി കേട്ടോ. ആംബിയൻസ് വാസ് ബ്യൂട്ടിഫുൾ. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. ഇലയിലായിരുന്നു കേട്ടോ സദ്യ. സദ്യയല്ല, ആന്ധ്ര മീൽസാണ്. അങ്ങനെ കൊണ്ടുവയ്ക്കുകയാണ്. അതിൻ്റെ സൈഡിൽ തന്നെ അവരുടെ ആന്ധ്ര ആവയ്ക്ക പിക്ക്, ഗൺ പൗഡർ, പിന്നെന്താ അവരുടെ ഇതില്ലേ വേറെ കുറേ പിക്കിൾസൊക്കെ ഇല്ലേ ആന്ധ്ര, അതൊക്കെ അങ്ങനെ സൈഡിലുണ്ടായിരുന്നു. അടമാങ്ങ, ആവയ്ക്ക, ഗൺ പൗഡർ, അതൊക്കെ ഇങ്ങനെ സൈഡിലുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് ഇഷ്ടം പോലെ എടുക്കാം. കൊണ്ടാട്ടം ഉണ്ടായിരുന്നു കേട്ടോ. ഈ മീൽസിൻ്റെ കൂടെ ഞാനൊരു സൈഡ് ഡിഷായിട്ടൊരു മട്ടൻ്റെ ഡിഷും കൂടെ ഓർഡർ ചെയ്തിരുന്നു കേട്ടോ. വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡിഷായിരുന്നു അത്. അങ്ങനെ റൈസ് വന്നു. അവരുടെ പരിപ്പും ഗോങ്കുര പറഞ്ഞിട്ടൊരു ലീവ്സ് ഉണ്ട്, അതിൻ്റെയും കൂടെ കറിയാണത് കേട്ടോ. അത് നമ്മുടെ ചീര പോലെ ഇരിക്കും, പക്ഷെ നല്ല ടേസ്റ്റുള്ളൊരു വെജിറ്റേറിയൻ ഡിഷാണത്. ഫുഡ് വാസ് സോ ഗുഡ് കേട്ടോ. നല്ലൊരു വെജിറ്റേറിയൻ ഡിഷ്. മീൽസ് വാസ് സൂപ്പർ. ഒന്നും പറയാനില്ല. എവറി ഐറ്റം എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. Hi Chichi, how was it? മട്ടണും സൂപ്പറായിരുന്നു. ഇതെന്താ? അല്ല, നല്ലത് നമുക്ക് നല്ലതെന്ന് പറയണമല്ലോ. എനിക്കങ്ങനെ പൊതുവേ എല്ലാ റെസ്റ്റോറൻറ്റിലത്തെ ഫുഡ് ഇഷ്ടാവാറില്ല. വളരെ ചൂസിയാണ് ഞാൻ, പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ മട്ടൺ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിഷ് ഏതായിരുന്നു ഇപ്പോൾ? അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാ? മട്ടൺ. ഓ, പിക്കിൾ. വിച്ച് പിക്കിൾ? ഗോങ്കൂര കറി. ദാൽ ആൻഡ് ഗോങ്കൂര. ഞങ്ങൾ എന്തുമാത്രം എൻജോയ് ചെയ്തിട്ടാണ് ലഞ്ച് കഴിക്കുന്നത് എനിക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഈച്ച് ആൻഡ് എവറി ഡിഷ് ഓരോന്നും നല്ലതായിരുന്നു കേട്ടോ. അങ്ങനെ നല്ലൊരു ഹാർട്ടി ലഞ്ചൊക്കെ കഴിച്ച് ഞങ്ങൾ എന്താ പറയുക, മനസ്സ് നിറഞ്ഞൊരു ലഞ്ചൊക്കെ കഴിച്ചു. ഞങ്ങൾ നാഗാർജുനയിൽ നിന്ന് ഇറങ്ങി. പിന്നെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്ന ഫിനിക്സ് സിറ്റി മോളായിരുന്നു. അത് തൊട്ടടുത്ത് തന്നെയായിരുന്നു. അപ്പം ലഞ്ചൊക്കെ കഴിച്ച് നമുക്കൊന്ന് റിലാക്സ് ചെയ്യാനും എ സി ആണല്ലോ, അപ്പോൾ ഒന്ന് ഇരിക്കാനും ഒക്കെ നല്ലത് മാളാന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ അവിടെ കുറേ ബ്രാൻഡഡ് ഷോപ്സൊക്കെ ഉള്ളതാണ്. അപ്പോൾ അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് വിൻഡോ ഷോപ്പിങ്ങും എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ നോക്കാമെന്ന് വെച്ച് അങ്ങോട്ട് പോയതാണ്. അവിടെ ചെന്നപ്പോഴാണ് എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ഒരു ഷോപ്പുണ്ട്, സാറ. അപ്പം ഞാൻ സാറയിലൊക്കെ ഒന്ന് കയറി. അവിടെയാണെങ്കിൽ നല്ല അടിപൊളി സെയിലും നടക്കുന്നുണ്ടായിരുന്നു. ഒരു ജീൻസൊക്കെ ട്രൈ ചെയ്തൊരു ജീൻസൊക്കെ മേടിച്ചു കേട്ടോ. ഫസ്റ്റ് ഇൻ സ്റ്റോർ പിന്നെ പർച്ചേസാണ്. എപ്പോഴും ഓൺലൈനിൽ നിന്നാണ് ഞാൻ മേടിക്കുക, കാരണം കാലിക്കറ്റ് സാറ ഇല്ലല്ലോ. അപ്പോൾ ഭയങ്കര സന്തോഷമായി ഇൻ സ്റ്റോർ എനിക്കൊരു പർച്ചേസ് നടത്താൻ പറ്റിയല്ലോ എന്ന്. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലായിരുന്നു ഞാൻ. അവരുടെ ജീൻസിൻ്റെ ഫിറ്റ് പെർഫെക്റ്റാണ്. ഇതൊക്കെ ഫോൾ കളക്ഷൻസ്. അത് കണ്ടോ, കളറ് കണ്ടോ,
ബ്രൗണ്, മസ്റ്റർഡ് യെല്ലോ, ഇതൊക്കെ ഫോൾ കളേഴ്സാണ്. ബർഗണ്ടി കണ്ടോ, ഇതൊക്കെ ഫോൾ കളേഴ്സാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ സാറയിൽ കുറച്ച് നേരം പുതിയ കളക്ഷൻസും എല്ലാം നോക്കി ഇങ്ങനെ നടക്കുകയാണ്. ധാരാളം പുതിയ കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം വിൻ്ററൊക്കെ ആവാനായതുകൊണ്ട് അങ്ങനെ അവിടെ എല്ലാ കളക്ഷൻസൊക്കെ നോക്കി കണ്ടു. ഞങ്ങൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. ഇഷ്ടം പോലെ ഷോപ്സ് ഉണ്ട്. നമ്മൾ പുറത്തുള്ള ഷോപ്സ്, ഇന്ത്യൻ്റെ പുറത്തുള്ള ഷോപ്സ് പോലെയല്ല, ഇവിടെ കുറേ എത്നിക് ബുട്ടീക്സൊക്കെ ഉണ്ടാവും. ഇന്ത്യയിലെ മാൾസ് നല്ല ഫണ്ണാണ്, കാരണം കുറേ എത്നിക് ബ്രാൻഡ്സും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നല്ല രസമാണ് ഇവിടെ ഷോപ്പ് ചെയ്യാൻ. പിന്നെ എൻ്റെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ സെഫോറ ആയിരുന്നു. അറിയാമല്ലോ, സെഫോറ എൻ്റെ ഒരു ഫേവററ്റ് ഡെസ്റ്റിനേഷനാണ്. എപ്പോഴും പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാനും പുതിയ ബ്രാൻഡ് നോക്കാനും ലിപ്സ്റ്റിക് സ്വാച്ചസിനും ഒക്കെ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് സെഫോറയിൽ പോകുന്നതാണ്. പിന്നെ അവിടെ കുറേ സാമ്പിൾസ് കിട്ടും. നമുക്ക് പുതിയ ഫൗണ്ടേഷൻസ് വേണമെങ്കിൽ ട്രൈ ചെയ്യാം, എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം. അതിനൊക്കെ സാമ്പിൾസ് അവർ തരും. അങ്ങനെയൊക്കെയാണ് ഞാൻ സാധാരണ നമ്മുടെ ഷെയ്ഡും ഒക്കെ നോക്കുന്നത്. അപ്പം ഇത് സെഫോറയാണ്. ഇവിടെ സ്കിൻ കെയറും ഉണ്ട് കേട്ടോ. നല്ല സ്കിൻ കെയർ പ്രോഡക്ട്സും ഒക്കെ അവിടെ അവൈലബിൾ ആണ്. ഈ ബ്രാൻഡ് നല്ലൊരു ബ്രാൻഡാണ്. മിൽക്ക് മേക്കപ്പ് എന്നും പറഞ്ഞിട്ടൊരു ബ്രാൻഡാണ്. നല്ലതാണ്. അവരുടെ പ്രൈമറും നല്ലതാണ്, ഈ ലിപ്സ്റ്റിക്കും നല്ലതാണ്. ഈ ലിപ്സ്റ്റിക് എൻ്റെ അടുത്തുണ്ട്. വളരെ മോയ്സ്ചറൈസിങ്, വെരി നൈസ് ലിപ്സ്റ്റിക്കാണ്. പിന്നെ അവരുടെ ടിൻറ്റ് ഉണ്ട്, അത് ലിപ്സിലും ചീക്സിലും യൂസ് ചെയ്യും. ഇതാണ് ആ ലിപ് ടിൻറ്റ്, നല്ലതാണത്. അതും ഇറ്റ്സ് വെരി മോയ്സ്ചറൈസിങ്, നമ്മുടെ ലോങ് ലാസ്റ്റിങ്ങും ആണത്. ഇതിൻ്റെ ഞാൻ എപ്പോഴെങ്കിലും അതിൻ്റെ ഷെയ്ഡ് ഞാൻ റിവ്യൂ ചെയ്യാം കേട്ടോ. നല്ലതാണത്, ഹൈലി പിഗ്മെൻറ്റഡും ആണ്. വീക്കെൻഡ് ആയത് കാരണം നല്ല തിരക്കായിരുന്നു മാളിൽ. എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇറ്റ് വാസ് വെരി ബിസി. അങ്ങനെ അഷികയും ഞാനും ഞങ്ങളുടെ മാൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങൾ അവിടുന്ന് പതുക്കെ ഇറങ്ങുകയാണ് കേട്ടോ. ഇപ്പോഴേക്കും വൈകുന്നേരം 4 o'clock ഒക്കെ ആയി. അപ്പോൾ ഒരു ചായ കുടിച്ചാലോ കാപ്പി കുടിച്ചാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനൊരു ടീ പേഴ്സൺ അല്ല, അപ്പോൾ കോഫി കുടിക്കാൻ ഒബ്വിയസ്ലി ഒറ്റ പേരെ എനിക്കുണ്ടായിരുന്നുള്ളൂ, രാമേശ്വരം കഫേ. ഞാനവിടെ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അങ്ങോട്ടേക്ക് പോവാം. അങ്ങനെ ഞങ്ങൾ രാമേശ്വരം കഫേയിൽ വന്നിരിക്കുക കേട്ടോ. രാമേശ്വരം കഫേ നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. കുറച്ച് ഗ്രീനറിയും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കഫേ ആയിരുന്നു രാമേശ്വരം കഫേ കേട്ടോ. അവിടെയാണെങ്കിൽ വീക്കെൻഡ് ആണെങ്കിലും വലിയ തിരക്കൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ അതിനുള്ളിലേക്ക് കയറിയപ്പം ഉള്ളിൽ അവിടെ ആളുകളൊക്കെ ഭയങ്കര ബിസിയാണ്. എല്ലാവരും ഓർഡർ, ദോശ, പിന്നെ ഓരോ സ്നാക്സ് ഉണ്ടാക്കുന്നത്, ഓപ്പൺ കിച്ചണാണ്. അപ്പം നല്ല തിരക്കായിരുന്നു അവിടെ. എല്ലാ ഷെഫ്സും ഒക്കെ സൂപ്പർ ബിസി ആയിട്ട് ഓരോന്ന് ഉണ്ടാക്കുന്നു. ഉള്ളിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു, പുറത്തില്ലെങ്കിലും. ഞാൻ മെയിൻലി ഇവിടെ വന്നിട്ടുള്ളത് കാപ്പി കുടിക്കാനാണ്. ഹെവി ലഞ്ച് കഴിച്ചത് കാരണം നമുക്ക് സ്നാക്കും ടിഫിനും ഒന്നും വേണ്ടിയിരുന്നില്ല. സോ ഒരു കോഫി കുടിക്കണം രാമേശ്വരം കഫേയിൽ. അതിനാണ് ഞങ്ങളിവിടെ വന്നിട്ടുള്ളത്. കുറേ യങ് ക്രൗഡ് ഇങ്ങനെ ഹാങ് ഔട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അവിടെ. അവരുടെ ഒരു ഹബ്ബാണ്, ഹാങ്ങിങ് ഔട്ട് ഹബ്ബാണെന്ന് തോന്നുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ കോഫി ഓർഡർ ചെയ്തു. അപ്പോൾ അത് ഉണ്ടാക്കുന്ന പ്രോസസ്സും നല്ല രസമായിരുന്നു കാണാൻ. അപ്പം അതും നോക്കി ഇങ്ങനെ കാപ്പിയും ഓർഡർ ചെയ്ത് നിൽക്കുകയാണ്. ഞാനൊരു ഭയങ്കര കോഫി ലവറാണ്, കോഫി പേഴ്സണാണ്. അപ്പോൾ ഫിൽറ്റർ കോഫി കേട്ടോ, ബാക്കി കോഫീസൊന്നും അത്ര ഇല്ല, ഫിൽറ്റർ കോഫി പേഴ്സണാണ്. അപ്പം എൻ്റെ കോഫി ഇതേ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ആ മിൽക്കിൻ്റെ ഫ്രോത്ത് കണ്ടില്ലേ, വാവ്. ഞാൻ എൻ്റെ കോഫി എടുത്ത് ഒരു ടേബിളിലേക്ക് പോവാണ്. ഇനി അത് എൻജോയ് ചെയ്തിട്ട് കുടിക്കണം, എന്നാലേ എനിക്ക് ആ ഫീല് കിട്ടുള്ളൂ. ഇഷ്ടപ്പെട്ട ഫുഡാണെങ്കിൽ എനിക്കത് എൻജോയ് ചെയ്ത് കഴിക്കണം. അത്ര ഫുഡി ഒന്നുമല്ല, ഭയങ്കര ചൂസി പിക്കി പേഴ്സണാണ്. പക്ഷേ ബട്ട് സ്റ്റിൽ ഇഷ്ടപ്പെട്ടത് നന്നായിട്ട് കഴിക്കണം എന്നാണ് എൻ്റെ പോളിസി. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ എന്ത് എൻജോയ് ചെയ്തിട്ടാണ് കോഫി കുടിക്കുന്നത്. ഐ റിയലി മിസ് ദറ്റ് കോഫി.
നല്ലൊരു ഫിൽറ്റർ കോഫി കിട്ടുന്ന സ്ഥലം കാലിക്കറ്റ് ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അങ്ങനെ നല്ല ഫിൽറ്റർ കോഫി കുടിച്ചിട്ടില്ല. ഈ ലെവലിലുള്ള ഫിൽറ്റർ കോഫി ഒന്നും കാലിക്കറ്റ് ഞാൻ കുടിച്ചിട്ടില്ല. പിന്നെ ഞാൻ പല ഫിൽറ്റർ കോഫി ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ. ഞാൻ ഓൺലൈനിൽ മേടിച്ചിട്ട് അതിലെനിക്ക് ഇഷ്ടപ്പെട്ടത് സീതാപൂരാണ്, 80-20 റേഷ്യോയിലുള്ളത്. അത് ഇറ്റ്സ് ഗുഡ്. ഇങ്ങനെയൊരു സ്പോട്ട്, ഒരു കോഫി സ്പോട്ട് കാലിക്കറ്റ് ഇല്ലാത്തത് കഷ്ടമാണ്. ഇഡ്ഡലി ദോശ സ്പോട്ടൊക്കെ കാലിക്കറ്റ് ഇപ്പോഴുണ്ട്, പക്ഷെ നല്ലൊരു ഫിൽറ്റർ കോഫി ഐ ഡോണ്ട് തിങ്ക് കാലിക്കറ്റ് ഉണ്ടെന്ന്. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെയൊക്കെ ഒന്ന് കറങ്ങി നടന്നു, സ്പെൻഡ് ചെയ്തു. കുറച്ച് നേരം അവിടെ ഇരുന്നു, ആംബിയൻസിലൊക്കെ അങ്ങനെ ഫുള്ളി അങ്ങോട്ട് സിങ്ക് ചെയ്തിരുന്നു കുറച്ച് നേരം. ഞങ്ങൾക്ക് വീട്ടിലെത്തണം, 6 o'clock ആവാറായി. ട്രെയിനാണ് 8 o'clock, അപ്പം ഇറങ്ങണം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഊബർ ഓട്ടോയിലാണ് കേട്ടോ ഞങ്ങളുടെ ട്രാവലും കമ്മ്യൂട്ടും. അങ്ങനെ ഓട്ടോ പിടിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി പാക്ക് ചെയ്ത് ഇനി റെയിൽവേ സ്റ്റേഷനിലെത്തണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ അധികം ലേറ്റ് ആവാതെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടോ. ഒരു 7:15 7:20 ഒക്കെ ആയപ്പോൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ലേറ്റ് ആവണ്ടെന്ന് വിചാരിച്ച് നേരത്തെ തന്നെ ഊബർ പിടിച്ച് വരിക ചെയ്തത് കേട്ടോ. അപ്പോൾ അവിടെ ഒരു ട്രെയിൻ കിടക്കുന്നുണ്ടായിരുന്നു, മീൻസ് ട്രെയിൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ട്രെയിനിനകത്ത് എഴുതിയിരിക്കുന്നത് ഈ മഹാകുംഭമേളയ്ക്ക് പോകുന്ന ട്രെയിനായിരുന്നു എന്ന് തോന്നുന്നു. അത് എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു. അപ്പോൾ കുംഭമേളേൻ്റെ ഓരോ ഇതിൻ്റെ ഇതും അതിൻ്റെ മേളിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഓരോ ദിവസത്തിൻ്റെ ഇമ്പോർട്ടൻസ്. എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിങ്ങും ക്യൂറിയസ് ആയിട്ട് തോന്നി. അപ്പം മേ ബി ആ ട്രെയിൻ കുംഭമേളയ്ക്ക് പോകുന്നതായിരിക്കും, അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയിട്ടുണ്ടാവുക. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് വീഡിയോ എടുത്തു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സ്റ്റേഷൻ. ഇത് യശ്വന്ത്പൂർന്ന് കുറച്ച് സ്റ്റേഷൻ വിട്ടിട്ടാണ്. അപ്പം ഒരു 1/2 hour കഴിഞ്ഞിട്ടാണ് തോന്നുന്നു ഞങ്ങളുടെ ട്രെയിൻ ഇവിടെ എത്തുക. അതിൻ്റെ ഇടയിൽ ട്രെയിനുകൾ വന്നും പോയി ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതേ ഒരു ട്രെയിൻ പോകുന്നു. ഇനി നെക്സ്റ്റ് ഞങ്ങളുടെ ട്രെയിനാണെന്ന് തോന്നുന്നു. അത് യശ്വന്ത്പൂർന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് കണ്ണൂരിൽ എൻഡ് ചെയ്യുന്ന ട്രെയിനാണ്, സ്ലീപ്പർ ട്രെയിൻ. ഫുഡൊക്കെ ഞങ്ങൾ ഓൾറെഡി ട്രെയിനിലേക്ക് പാക്ക് ചെയ്ത് മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് സുഖമായിട്ട് ഉറങ്ങി. രാവിലെ ആയപ്പോഴേക്കും കോഴിക്കോടെത്തി. ഒരു നല്ല യാത്രയായിരുന്നു. 2 days ഫുള്ളി എൻജോയ് ചെയ്തു. അതാ നമ്മളിപ്പോൾ കോഴിക്കോട് സ്റ്റേഷനിലെത്താനായി. ഇത് കാലിക്കറ്റ് സ്റ്റേഷനാണ് കേട്ടോ. സ്റ്റേഷനിൽ എൻ്റെ അച്ഛൻ്റെ ബ്രദറാണ് ഞങ്ങളെ റിസീവ് ചെയ്യാൻ വന്നിട്ടുള്ളത്. അപ്പം ഇത് 4th പ്ലാറ്റ്ഫോമിലാണ് ട്രെയിൻ വന്ന് നിൽക്കുന്നത്. കണ്ണൂരേക്കുള്ള ട്രെയിനൊക്കെ കാലിക്കറ്റിൽ 4th വന്ന് നിൽക്കുന്നത് കേട്ടോ. അച്ഛൻ്റെ ബ്രദർ ഞങ്ങളെ റിസീവ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ വീട്ടിലേക്ക് പോകുമ്പം ഞങ്ങൾ SM സ്ട്രീറ്റ് വഴിയാണ് പോകുന്നത്. 2nd ഗേറ്റ് വഴിയാണ് കാറ് പോവുക. അപ്പോൾ ആ വഴിക്ക് പോകുമ്പോൾ ഞങ്ങളുടെ ട്രെയിൻ ഞങ്ങളുടെ കൂടെ തന്നെ കണ്ണൂരേക്ക് പോകുന്നുണ്ടായിരുന്നു. കണ്ടോ, ഇതാണ് 2nd ഗേറ്റ്. അപ്പോൾ ട്രെയിൻ കണ്ണൂരേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല വ്യൂ അല്ലേ? ഓക്കെ, അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഒന്നുകൂടെ എല്ലാവർക്കും, സെക്കൻഡ് ടൈമാണെന്നറിയാം, ഒന്നുകൂടെ എല്ലാവർക്കും ബൈ. അടുത്ത വ്ളോഗിൽ കാണാം കേട്ടോ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഓക്കെ ഡിയേഴ്സ്, ബൈ ബൈ, ടേക്ക് കെയർ, സീ യു ഇൻ ദ നെക്സ്റ്റ് വ്ളോഗ്, ബൈ.